പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും വേണ്ടിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ SCRT സോഷ്യൽ സയൻസ് പാഠപുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 6ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആദ്യകാല രാഷ്ട്രങ്ങൾ, മൂന്നാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. ഈ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഒന്നാമത്തെ പാർട്ടില് നമ്മൾ എന്തൊക്കെ പഠിച്ചുറപ്പിച്ചു? ഗ്രീക്ക് സംസ്കാരം. രണ്ടാമത്തെ പാർട്ടിലൂടെ പേർഷ്യൻ സംസ്കാരവും റോമൻ സംസ്കാരവും പഠിച്ചുറപ്പിച്ചു. ഇന്നേ ദിവസം ഇന്ത്യയിലെ ഇരുമ്പുയുഗ സംസ്കാരമാണ് നമ്മൾ പഠിക്കുക. ഇരുമ്പുയുഗ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട രണ്ട് തത്വചിന്താ രീതികൾ നമ്മൾ പഠിക്കും. കഴിഞ്ഞ ക്ലാസ്സിലെ പേർഷ്യൻ സംസ്കാരം പഠിച്ചപ്പോൾ അവിടെ ഉദയം ചെയ്ത തത്വചിന്താധാര സ്വരാഷ്ട്രമതമാണ് നമ്മൾ പഠിച്ചു അല്ലെ. സ്വരാഷ്ട്രമാണ് തുടക്കം കുറിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. യെസ്, നമ്മൾ ഇന്നേ ദിവസം പഠിക്കുന്നത് ഇന്ത്യയിലെ ആദ്യകാല രാഷ്ട്രങ്ങളാണ്. അതായത് ഇന്ത്യയിലെ ഇരുമ്പുയുഗ സംസ്കാരമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഓരോ നാടിനെയും പ്രതിനിധീകരിച്ച് ഓരോ കുട്ടികൾ അവരുടെ രാജ്യത്തെക്കുറിച്ച് പ്രസന്റ് ചെയ്യുന്ന കാര്യമാണ് ആദ്യ ഭാഗത്ത് കൊടുക്കുക അല്ലെ. ഇന്ത്യയെക്കുറിച്ച് പ്രസന്റ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറയുക. ഞാൻ വിവാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സിന്ധു നദിയുടെയും പോഷക നദിയുടെയും തീരങ്ങളിൽ നിലനിന്നിരുന്ന ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. യെസ്, തകർച്ചയ്ക്ക് ശേഷം സിന്ധു നദീതര സംസ്കാര തകർച്ചയ്ക്ക് ശേഷം ഏകദേശം BC 1500-ൽ ആര്യന്മാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറുള്ള സപ്തസിന്ധു പ്രദേശങ്ങളിൽ അധിവാസമുറപ്പിച്ചു. ഓക്കെ, അപ്പോൾ ആദ്യമായി ആര്യന്മാർ ഇന്ത്യയിൽ എത്തുന്നത് സിന്ധുവിന്റെയും പോഷക നദികളുടെ തീരത്താണ്. സിന്ധുവിനെയും പോഷക നദികളും ചേർത്താണ് നമ്മൾ സപ്തസിന്ധു എന്ന് വിളിക്കുക. ഓക്കെ, 5 പോഷക നദികളുണ്ട്. പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയാത്ത ഭൂഗർഭ പാതയിലൂടെ സഞ്ചരിക്കുന്ന സരസ്വതി നദിയും കൂടെ ചേർത്താണ് നമ്മൾ സപ്തസിന്ധു എന്ന് വിളിക്കുക അല്ലെ. യെസ്, അപ്പോ സപ്തസിന്ധു പ്രദേശത്ത് ആര്യന്മാർ അധിവാസം ഉറപ്പിച്ചു എന്നാണ് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ റോമൻ സാമ്രാജ്യത്തിന്റെ അവസാന ഭാഗത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ആര്യന്മാർ ആർട്ടിക് പ്രദേശത്ത് നിന്ന് വരികയും പശ്ചിമേഷ്യയിൽ വെച്ച് അല്ലെങ്കിൽ മധ്യേഷ്യയിൽ വെച്ച് രണ്ടായി വേർതിരികയും ഒരു വിഭാഗം പേര് യൂറോപ്പിലേക്ക് പോവുകയും ചെയ്തു. ആ യൂറോപ്പിലേക്ക് പോയ ആര്യന്മാര് ടൈബർ നദിക്കരയിൽ വാസമുറപ്പിച്ചു. രണ്ടാമത്തെ വിഭാഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന് സപ്തസിന്ധുവിന്റെ ഭൂപ്രദേശത്ത് എത്തിച്ചേർന്നു. പിൽക്കാലത്ത് അവർ വാസമുറപ്പിച്ചത് ഗംഗാ നദിക്കരയിലും. ആദ്യം എത്തിച്ചേർന്നത് സിന്ധു നദിക്കരയിലും പിൽക്കാലത്ത് വാസമുറപ്പിച്ചത് ഗംഗാ നദിക്കരയിലാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം ഇവിടെ സൂചിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഏകദേശം BC 1500-ഓടെ ആര്യന്മാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറുള്ള സപ്തസിന്ധു പ്രദേശങ്ങളിൽ അധിവാസമുറപ്പിച്ചു. അക്കാലത്ത് രചിക്കപ്പെട്ട വേദങ്ങളിൽ നിന്നാണ് നമുക്ക് ആര്യന്മാരെ കുറിച്ച്, ഇന്ത്യയിൽ വസിച്ചിരുന്ന ആര്യന്മാരെ കുറിച്ച് വിവരം ലഭിക്കുക. ഇന്ത്യയിൽ ആര്യന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ നമ്മൾ വേദകാലഘട്ടം എന്ന് വിളിച്ചു. അപ്പോൾ ഇന്ത്യയിലെ ഇരുമ്പുയുഗ സംസ്കാരം എന്ത് പേരിൽ അറിയപ്പെടുന്നു? വേദകാലഘട്ടം എന്നറിയപ്പെടുന്നു നമുക്ക് പറയാം. പിൽക്കാലത്ത് ആര്യന്മാർ സപ്തസിന്ധു പ്രദേശത്ത് നിന്ന് ഗംഗയുടെയും പോഷക നദികളുടെയും തീരങ്ങളിൽ എത്തിച്ചേർന്നു. ആദ്യം എത്തിച്ചേർന്നത് സിന്ധു നദിക്കരയിലാണ്. എന്നാൽ പിൽക്കാലത്ത് വാസമുറപ്പിച്ചത് എവിടെയാണ്? ഗംഗാ നദിക്കരയിലാണ്. ഈ ഗംഗാ നദിക്കരയെ നമ്മൾ ഇപ്പോൾ നിലവിൽ ഉത്തര മഹാസമുദ്രം എന്നാണ് വിളിക്കുക. അപ്പൊ ഒരുപക്ഷെ ഗംഗാ നദീതീരത്ത് എത്തി എന്നതിന് പകരമായി PSC പറയുമ്പോൾ ഉത്തര മഹാസമുദ്രത്തിൽ വാസമുറപ്പിച്ചു എന്നായിരിക്കും പറയുക. അത് ദയവായി ഓർമ്മിക്കാം. ഓക്കെ, ഗംഗയുടെ തീരപ്രദേശം എന്ന് പറയുന്നത് സമതലമാണ്. ഏക്കൽ നിക്ഷേപം ധാരാളമുള്ള ഭൂപ്രദേശമാണ് ഗംഗയുടെ തീരപ്രദേശം, അതായത് ഇന്നത്തെ ഉത്തര മഹാസമുദ്രം. അതുകൊണ്ട് തന്നെ ഈ ഫലപുഷ്ടമായ മണ്ണിൽ എത്തിച്ചേർന്ന ആര്യന്മാരുടെ നേതൃത്വത്തിൽ കൃഷിയുടെ വ്യാപനത്തിനും ഉൽപാദന വർധനവിനും കാരണമായി തീരുകയും ചെയ്തു. ക്ലിയർ ആണ്. ഇനി അധികം വന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി കച്ചവട കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഈ കച്ചവട കേന്ദ്രങ്ങളാണ് പിൽക്കാലത്ത് എന്തായി മാറുക? നഗരങ്ങളായി മാറുക. ആ നഗരങ്ങള് ഇന്ത്യയിൽ അറിയപ്പെട്ടത് ജനപദങ്ങളായിരുന്നു അല്ലെ. ഈ നഗരങ്ങൾ ഗ്രീക്ക് സംസ്കാരത്തിൽ എന്തറിയപ്പെട്ടു? പോളിസ് എന്നറിയപ്പെട്ടു. പോളിസ് എന്നറിയപ്പെട്ടു. ഇന്ത്യയില് ഈ നഗരങ്ങൾ എന്ത് പേരിൽ അറിയപ്പെട്ടു? ജനപദങ്ങൾ എന്നറിയപ്പെട്ടു. നഗരങ്ങൾ കേന്ദ്രീകരിച്ച് എന്ത് രൂപം കൊണ്ടു? ജനപദങ്ങൾ. 16 ജനപദങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതില് പരസ്പരം ഇവർ പോരാടിയിരുന്നു. അതിൽ ഏറ്റവും ഒടുവില് വിജയിച്ചത് മഗധയുമാണ്. അതിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോ ഇരുമ്പിക സംസ്കാരം, ഇന്ത്യയിലെ ഇരുമ്പിക സംസ്കാരം എന്ന് പറയുന്നത് വേദകാലഘട്ടമാണ്. വേദകാലം എന്ന് പറയുന്നത് ആരുടെ കാലയളവാണ്? ആര്യന്മാരുടെ കാലയളവാണ്. ആര്യന്മാർ എത്തുന്നത് BC 1500-ലാണ്. ആദ്യമായി വാസമുറപ്പിച്ചത് സിന്ധു നദിക്കരയിലും പിൽക്കാലത്ത് സ്ഥിരവാസമാക്കിയത് ഉത്തര മഹാസമുദ്രത്തിൽ അല്ലെങ്കിൽ ഗംഗാ സമതലത്തിലുമാണ്.
ഗംഗാസമതലത്തിലെ കൃഷിയുടെ വ്യാപനത്തിന് ആര്യന്മാർ കാരണമായി. അധിക ഉൽപാദനമുണ്ടായി. അധിക ഉൽപ്പന്നമുണ്ടായപ്പോൾ അത് വിറ്റഴിക്കുന്നതിന് കച്ചവട കേന്ദ്രങ്ങൾ ആരംഭിച്ചു. കച്ചവട കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട നഗരങ്ങൾ രൂപം കൊണ്ടു. ഈ നഗരങ്ങൾ പിൽക്കാലത്ത് ഒരു പ്രത്യേക ഭരണ സംവിധാനങ്ങൾ രൂപപ്പെട്ടു. പ്രാദേശിക ഭരണ സംവിധാനങ്ങൾ എന്ത് പേരിൽ അറിയപ്പെട്ടു? ജനപദങ്ങൾ എന്നറിയപ്പെട്ടു. എത്ര ജനപദങ്ങൾ ഉണ്ടായിരുന്നേ? 16 ജനപദങ്ങളാണ്. ജനപദങ്ങളിൽ നിന്ന് മഹാജനപദങ്ങളിലേക്ക്. പുരാതന ഇന്ത്യയിൽ രൂപം കൊണ്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ജനപദങ്ങൾ രൂപപ്പെട്ടത്. ശരിയല്ലേ? ഫലപുഷ്ടമായ നദീതടങ്ങളിലും സമൃദ്ധമായ വനമേഖലകളിലും ജനപദങ്ങളെ കൂടുതൽ ശക്തമാക്കി. സമീപ പ്രദേശത്തുള്ള ജനപദങ്ങളെ പരസ്പരം ഇവരെന്ത് ചെയ്തിരുന്നു? ആക്രമിച്ചിരുന്നു. ജനപദങ്ങളെ കീഴടക്കി പ്രബലമായ ജനപദങ്ങൾ മഹാജനപദങ്ങൾ എന്ന പേര് സ്വീകരിച്ചു. തൊട്ടടുത്തുള്ള ജനപദത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ആ ജനപദം ഉൾപ്പെടുന്ന ഭൂപ്രദേശം ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് സ്വയം എന്തെന്ന് വിളിച്ചു? മഹാജനപദം എന്ന് സ്വയം വിളിക്കുകയും ചെയ്തു. ഓക്കെ. മഹാജനപദങ്ങളുടെ കാലം ഇന്ത്യയിലെ രണ്ടാം നഗരവൽക്കരണം എന്ന പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്നറിയപ്പെടുന്നത് എന്ത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. 6ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു. എന്താണ്? സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. അപ്പൊ ഹാരപ്പൻ സംസ്കാരമാണ് ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്നറിയപ്പെടുന്നത്. ശരിയാണ്, നമ്മൾ പഠിച്ചതല്ലേ? അതെ. മഹാജനപദങ്ങളുടെ കാലഘട്ടം ഇന്ത്യയിലെ രണ്ടാം നഗരവൽക്കരണം എന്നാണ് അറിയപ്പെടുക. ക്ലിയർ ആണേ? അപ്പോൾ പുരാതന ഇന്ത്യയിൽ രൂപം കൊണ്ട നഗരങ്ങളാണ് ജനപദങ്ങൾ. ആ ജനപദങ്ങൾ പരസ്പരം ആക്രമിച്ചിരുന്നു. അങ്ങനെ തൊട്ടടുത്ത ജനപദങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയവര് മഹാജനപദങ്ങൾ എന്ന പേര് സ്വീകരിച്ചു. മഹാജനപദങ്ങളുടെ കാലഘട്ടം ഇന്ത്യയിലെ രണ്ടാം നഗരവൽക്കരണം എന്നാണ് അറിയപ്പെടുക. ജനപദങ്ങൾ. ജനപദം എന്നാൽ ജനങ്ങൾ അധിവസിച്ച സ്ഥലം. അത്രയുള്ള അർത്ഥം. ഓക്കെ. ജനപദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജനങ്ങൾ അധിവസിക്കുന്ന സ്ഥലം എന്നാണ്. അന്ന് ജനസംഖ്യ വളരെ കുറവാണ്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഇന്നത്തെ കാലത്ത് പോലെ അല്ല. വളരെ കുറച്ച് ജനങ്ങളേ ഉള്ളൂ. ഉള്ള ജനങ്ങൾ ഒരുമിച്ച് കൂടി താമസിക്കുന്ന സ്ഥലമാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ജനപദം എന്നറിയപ്പെടുക. കൃഷിയിടങ്ങളും താമസ മേഖലകളും രൂപപ്പെടുത്തിയ ജനങ്ങൾ അവിടെ സ്ഥിരമായി താമസിച്ചു. ഇങ്ങനെയാണ് ജനപദങ്ങൾ രൂപം കൊള്ളുക. എത്ര ജനപദങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്? 16 ജനപദങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം തന്നിരിക്കുന്നതാണ്. കാണാതെ ഒന്നും പഠിക്കല്ലേ. കാണാതെ ഒന്നും പഠിക്കല്ലേ. നമുക്ക് വേണ്ടത്ര 16 ജനപദങ്ങൾ ഉണ്ടായിരുന്നു. 16 മഹാജനപദങ്ങൾ ഉണ്ടായിരുന്നു. കമ്പോജം, ഗാന്ധാരം, മഗധ, അംഗം, വജ്ജി, മല്ല, കാശി, വത്സ, കോസലം, ചോതി, പാഞ്ചാലം, അശ്മകം, അവന്തി, ശൂരസേന, കുരു, മത്സ്യ തുടങ്ങിയവ. നിങ്ങൾ മഹാഭാരത യുദ്ധങ്ങൾ പഠിക്കുമ്പോൾ അവിടുത്തെ പ്രാദേശിക നാട്ടുരാജ്യങ്ങളുടെ പേരുകൾക്ക് ഇവയുമായി സാമ്യമുണ്ടായേക്കാം. നിങ്ങൾക്ക് അങ്ങനെ സമയം തോന്നിയേക്കാം. ശരിയാണെന്നേ. ആ പ്രാദേശിക നാട്ടുരാജ്യങ്ങളൊക്കെ ജനപദങ്ങളായിരുന്നു എന്നാണ് വിശ്വാസം. ഓക്കെ. അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 16 ജനപദങ്ങൾ ഉണ്ടായിരുന്നു. ഈ മഹാജനപദങ്ങളും പരസ്പരം എന്ത് ചെയ്തു? ഏറ്റുമുട്ടി. തങ്ങളാണ് തങ്ങളാണ് വലിയവർ എന്ന് കാണിക്കുന്നതിന് വേണ്ടി. തങ്ങളാണ് ഉന്നതർ എന്ന് കാണിക്കുന്നതിന് വേണ്ടി. അങ്ങനെ പരസ്പരമുള്ള ഈ മഹാജനപദങ്ങളുടെ പോരാട്ടത്തില് അവസാന വിജയം ആർക്കായിരുന്നു? മഗധയ്ക്കായിരുന്നു. അവസാന വിജയം നേടിയത് ആരായിരുന്നു? മഗധയായിരുന്നു. ഓക്കെ. മഗധ. ഇത് കൂടാതെ ഈ അശ്മക എന്ന സ്ഥലം കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. അശ്മകം എന്ന സ്ഥലം കൂടെ ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് പിന്നീട് വേണ്ടി വരുന്നതാണ്. ഓക്കെ. മഗധ പ്രബല ശക്തിയാകുന്നു. BC 6ാം നൂറ്റാണ്ടില്, ബിഫോർ കോമൺ എറ, 6ാം നൂറ്റാണ്ടില് ഇന്ത്യയിൽ നിലനിന്ന 16 ജനപദങ്ങളിൽ പ്രബല ശക്തിയായി മാറിയത് മഗധയാണ്. അതായത് 16 ജനപദങ്ങളിൽ ഏറ്റവും ശക്തമായി മാറിയത് മഗധയാണ്. മറ്റുള്ളവരെ പരാജയപ്പെടുത്തി. തുടക്കത്തിൽ രാജഗൃഹ, ഇന്നത്തെ ബീഹാറിലെ രാജ്ഗീറും, പിന്നീട് പാടലിപുത്ര, ഇന്നത്തെ ബീഹാറിലെ പാറ്റ്നയുമായിരുന്നു മഗധയുടെ തലസ്ഥാനം. അപ്പൊ മഗധയുടെ ആദ്യ തലസ്ഥാനം ഏതാ? രാജഗൃഹ. പിൽക്കാല തലസ്ഥാനം ഏതാ? പാടലിപുത്ര. ഓക്കെ അല്ലേ? അപ്പൊ മഗധയുടെ ആദ്യ തലസ്ഥാനം എന്ന് പറയുന്നത് ബീഹാറിലെ രാജഗൃഹയും പിൽക്കാല തലസ്ഥാനം എന്ന് പറയുന്നത് പാടലിപുത്രയുമാണ്. ഇത്രയും ക്ലിയർ ആണേ? ഈ മഗധ എന്ന് പറയുന്ന ഭൂപ്രദേശത്ത് പ്രധാനപ്പെട്ട 3 വംശങ്ങളാണ് ഭരണം നടത്തിയിരുന്നത്. പ്രധാനപ്പെട്ട 3 വംശങ്ങളാണ് ഭരണം നടത്തിയിരുന്നത്. ആരൊക്കെയെന്ന് പറഞ്ഞു തരട്ടെ? ഹര്യങ്ക വംശം, ശിശുനാഗ വംശം, നന്ദവംശം. ഓക്കെ. അപ്പോ മഗധ എന്ന് പറയുന്ന ഭൂപ്രദേശത്ത് പ്രധാനപ്പെട്ട 3 വംശങ്ങൾ ഭരണം നടത്തിയിരുന്നു. ഹര്യങ്ക വംശം, ശിശുനാഗ വംശം, നന്ദവംശം. അത് കഴിഞ്ഞതിന് ശേഷം മൗര്യ സാമ്രാജ്യം രൂപീകരിക്കുന്നു.
നമുക്ക് മൗര്യ സാമ്രാജ്യമാണ് പ്രാധാന്യം. എങ്കിലും ഞാൻ പറഞ്ഞുതരാം. മഹാജനപദങ്ങളിൽ മഗധയാണ് ഏറ്റവും ശക്തമായി മാറിയത്. മഗധയുടെ ആദ്യ തലസ്ഥാനം രാജഗൃഹയായിരുന്നു. പിൽക്കാല തലസ്ഥാനം ബീഹാറിലെ ഇന്നത്തെ പാറ്റ്ന, അതായത് പാടലീപുത്രമായിരുന്നു. മഗധ എന്ന് പറയുമ്പോൾ ആദ്യകാലത്ത് ഭരണം നടത്തിയത് ആരൊക്കെ? ഹാര്യങ്ക വംശം, തുടർന്ന് ശിശുനാഗ വംശം, അത് കഴിഞ്ഞതിന് ശേഷം നന്ദവംശം. നന്ദവംശത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആരധികാരമേൽക്കുക? മൗര്യ സാമ്രാജ്യം, മൗര്യവംശം സ്ഥാപിക്കുക. മൗര്യവംശം സ്ഥാപിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. അതിലേക്ക് നമ്മൾ പോകും. അപ്പൊ ആദ്യം ഭരണം സ്ഥാപിച്ചത് ഹരിങ്ക വംശമായിരുന്നു. പിന്നെ ശിശുനാഗ വംശം, നന്ദവംശം. നന്ദവംശത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു സാമ്രാജ്യത്തിന് തുടക്കം കുറിക്കുന്നത് മൗര്യവംശമാണ്. ഓക്കെ, അതായത് ഒരു സാമ്രാജ്യമായി മാറിയത് മൗര്യ സാമ്രാജ്യമാണ് എന്ന കാര്യം ദയവായി ഓർമ്മിക്കുക. ആദ്യ സാമ്രാജ്യം മൗര്യ സാമ്രാജ്യമായിരുന്നു. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ 16 മഹാജനപദങ്ങൾ. ആ 16 മഹാജനപദങ്ങൾ പരസ്പരമുള്ള യുദ്ധങ്ങളിൽ അവസാന വിജയം നേടിയത് മഗധയായിരുന്നു. മഗധയിലെ പ്രധാനപ്പെട്ട 3 രാജവംശങ്ങളുണ്ട്: ഹര്യങ്ക വംശം, ശിശുനാഗ വംശം, നന്ദവംശം. ഈ രാജവംശങ്ങൾ വിവിധ കാലഘട്ടത്താണ് ഉണ്ടായിരുന്നത്. ആദ്യകാലത്ത് ഹര്യങ്ക വംശം, പിന്നെ ശിശുനാഗ വംശം, നന്ദവംശം. ഈ നന്ദവംശത്തെ, മഗധയിലെ നന്ദവംശത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുക. ഹര്യങ്ക വംശത്തിന്റെ അല്ലെങ്കിൽ മഗധയുടെ ആദ്യ തലസ്ഥാനം രാജഗൃഹയും പിൽക്കാല തലസ്ഥാനം പാടലിപുത്രയുമാണ്. ഇതിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? നോക്കാം. ഇനി ഈ ഭരണാധികാരികളുടെ പേര് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി തരാം കേട്ടോ. മഗധയുടെ വളർച്ചയ്ക്ക് സഹായകമായ പ്രധാന ഘടകങ്ങൾ നോക്കാം. ശക്തമായ ഭരണാധികാരികളും ശക്തമായ സൈന്യവും. സ്വാഭാവികമാണ്, അത് നമുക്കുണ്ടാവും. അത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടായ ഫലപുഷ്ടിത. ഈ ഫലപുഷ്ടിയാണ് കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാൻ കാരണമായതും കാർഷിക പുരോഗതി ഉണ്ടാകാൻ കാരണമായതും, അല്ലെ? കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തും ഉണ്ടായ പുരോഗതി. ഇരുമ്പയിരിന്റെ സാന്നിധ്യം, ഇരുമ്പായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണവും ഉപയോഗവും. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കും, നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുമ്പുയുഗ കാലഘട്ടമാണ്. ഇരുമ്പുയുഗ കാലഘട്ടമാണ്. ഇരുമ്പുയുഗ കാലഘട്ടത്തെ പ്രധാന വംശങ്ങളാണ് നമ്മൾ പഠിച്ചത്: ഗ്രീക്ക് വംശം, റോമൻ സാമ്രാജ്യം, പേർഷ്യൻ സാമ്രാജ്യം, പിന്നെ ഇന്ത്യയിലെ മഗധ അല്ലെങ്കിൽ മഹാജനപദങ്ങളുടെ കാലഘട്ടം. ഇതൊക്കെ ഇരുമ്പുയുഗ കാലഘട്ടമാണ്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ മഗധയുടെ വളർച്ചയ്ക്ക് സഹായമായ ഘടകങ്ങൾ എന്തൊക്കെ? ശക്തമായ ഭരണാധികാരികളും ശക്തമായ സൈന്യവും, ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലപുഷ്ടിത, കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തുമുണ്ടായ പുരോഗതി, ഇരുമ്പയിന്റെ സാന്നിധ്യം, ഇരുമ്പായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണവും ഉപയോഗവും. ശക്തമായ ലോഹം കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ പെട്ടെന്ന് അത് കേടുവരില്ല. അതുകൊണ്ട് തന്നെ കാർഷിക പുരോഗതി കൈവരിക്കുവാനും അവർക്ക് കഴിഞ്ഞു. മഗധയിലെ പ്രധാന ഭരണാധികാരികൾ നോക്കിയേ. ബിംബിസാരൻ. മഗധയിലെ പ്രധാന ഭരണാധികാരി എന്ന് പറയുന്നത് ബിംബിസാരനാണ്. യഥാർത്ഥത്തിൽ ഈ ബിംബിസാരൻ എന്ന് പറയുന്നത് ഹര്യങ്ക വംശത്തിലെ ഭരണാധികാരിയാണ്. ബിംബിസാരൻ എന്ന് പറയുന്നത് ഏത് വംശത്തിലെ ഭരണാധികാരിയാണ്? മഗധയിലെ ആദ്യ വംശമായ ഹാര്യങ്ക വംശത്തിലെ ഭരണാധികാരിയാണ് ആര്? ബിംബിസാരൻ. ഓക്കെ, ഈ ബിംബിസാരന് ഒരു വിശേഷണമുണ്ട് കേട്ടോ. ബിംബിസാരനെ നമ്മൾ ശ്രേണികൻ എന്നാണ് വിളിക്കുക. ബിംബിസാരനെ എന്തെന്നാണ് വിളിക്കുക? വിശേഷണം എന്താണ്? ശ്രേണികൻ. PSC ക്വസ്റ്റ്യനാണ്. ശ്രേണികൻ എന്നാണ് ബിംബിസാരൻ അറിയപ്പെടുക. ബിംബിസാരന്റെ പുത്രനായിരുന്നു അജാതശത്രു. ബിംബിസാരന്റെ പുത്രനായിരുന്നു ആര്? അജാതശത്രു. അജാതശത്രുവിന് രാജാധികാരം വേണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ അച്ഛൻ മരിക്കുന്നില്ല. അതുകൊണ്ട് അജാതശത്രു എന്ത് ചെയ്തു? ബിംബിസാരനെ അങ്ങ് കൊന്നത്. പിതൃഘാതകനായ ആദ്യ ഭരണാധികാരി, അച്ഛനെ കൊന്നവൻ. സ്റ്റാൻഡേർഡ് PSC ചോദിക്കും. പിതൃഘാതകനായ ആദ്യ ഭരണാധികാരി എന്ന് കണക്കാക്കുന്നത് അജാതശത്രുവാണ്. പിതൃഹത്യയിലൂടെ അധികാരത്തിലെത്തിയ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യ ഭരണാധികാരി, പിതൃഹത്യയിലൂടെ അധികാരിയായി മാറിയ ആദ്യ ഭരണാധികാരിയാണ് അജാതശത്രു. ഈ ഹര്യങ്ക വംശത്തിലെ ഭരണാധികാരി തന്നെയാണ് ആര്? അജാതശത്രു. ഹര്യങ്ക വംശത്തെ സാമ്രാജ്യമാക്കി മാറ്റിയത് ആരായിരുന്നു? നമ്മുടെ അജാതശത്രുവാണ്. ഈ അജാതശത്രുവിന് നമ്മുടെ അച്ഛനായ ബിംബിസാരന് ശ്രേണികൻ എന്നറിയപ്പെട്ടില്ലേ? അതുപോലെ ഒരു വിശേഷണമുണ്ട്, കൂണികൻ.
അപ്പോ ബിംബിസാരൻ ശ്രേണികൻ എന്ന പേരിൽ അറിയപ്പെട്ടു. മകനായ അജാതശത്രു എന്ത് പേരിൽ അറിയപ്പെട്ടെ? കൂണികൻ. എന്ത് പേരിൽ അറിയപ്പെടുക? കൂണികൻ എന്നറിയപ്പെട്ടു. ഇത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പോകുമ്പോൾ പഠിക്കേണ്ടതാണ്. ഞാനിവിടെ ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അല്ലാതെ വെറുതെ പേര് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോ പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നും. ഇതൊന്നും പ്രാധാന്യം ഇല്ലയല്ലോ എന്ന് ചിലപ്പോൾ തോന്നിയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. ഏ ഇനി ഏറ്റവും പ്രധാനം നമ്മുടെ ബുദ്ധൻ മരിച്ചത് കുശി നഗരത്തിലാണ്. ശ്രീബുദ്ധൻ മരിക്കുന്ന കുശി നഗരത്തിൽ വെച്ചാണ്. ആ കുശി നഗരത്തിൽ ബുദ്ധനോട് ആരാധസൂചകമായി കുശി നഗരത്തിൽ സ്തൂപം പണിയെഴുപ്പിച്ചത് കുശി നഗരത്തിൽ സ്തൂപം പണിയെടുപ്പിച്ചത് ആരാണ്? അജാതശത്രുവാണ്. ഈ കുശി നഗരം എന്ന് പറയുന്നത് ആരുടെ സമാധി സ്ഥലമാണ്? ബുദ്ധന്റെ സമാധി. ബുദ്ധന്റെ സമാധി സ്ഥലത്ത് സ്തൂപം പണിയെടുപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ അജാതശത്രുവാണ്. അല്ലെങ്കിൽ ബുദ്ധൻ മരിക്കുന്ന സമയത്ത്, ബുദ്ധൻ സമാധിയാകുന്ന സമയത്ത് മഗധ ഭരിച്ചിരുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് അജാതശത്രുവാണ് കേട്ടോ. മറക്കല്ലേ. സിമ്പിൾ അല്ലേ? ഇനി പിന്നെ അടുത്ത് പറയുന്ന ആരാണ്? മഹാപത്മനന്ദൻ. ഈ മഹാപത്മനന്ദൻ എന്ന് പറയുന്നത് ആരാണെന്ന് അറിയാമോ? ശിശുനാഗ വംശത്തിലെ ഭരണാധികാരിയാണ്. ആരാണ്? ശിശുനാഗ വംശത്തിലെ ഭരണാധികാരിയാണ്. ഒന്ന് ഹരിയങ്ക വംശം നമ്മൾ പറഞ്ഞു. 2 ശിശുനാഗ വംശത്തിലെ ഭരണാധികാരിയാണ്. ശിശുനാഗ വംശത്തിലെ ഭരണാധികാരിയാണ് ആര്? മഹാപത്മനന്ദൻ. കേട്ടോ? മഹാപത്മനന്ദൻ. ഓക്കെ. ഇനി അടുത്ത് പറയുന്നു ധനനന്ദൻ. ധനനന്ദൻ അപ്പൊ ഏത് വംശത്തിൽപ്പെട്ട ആളായിരിക്കും? നന്ദവംശത്തിൽപ്പെട്ട ആളാണ്. നന്ദവംശത്തിൽപ്പെട്ട ആളാണ് ധനനന്ദൻ എന്ന് പറയുക. അപ്പോ മഗധയിലെ പ്രധാന ഭരണാധികാരികളെന്നാണ് SCERT പുസ്തകത്തിൽ 4 പേരെ പറഞ്ഞിരിക്കുക. ബിംബിസാരൻ, അജാതശത്രു, മഹാപത്മനന്ദൻ, പിന്നെ ധനനന്ദൻ. ശരിയാണ്. പക്ഷേ ഈ 4 പേരില് ബിംബിസാരനും അജാതശത്രുവും ഹരിയങ്ക വംശത്തിലെ ഭരണാധികാരികളാണ്. മഹാപത്മനന്ദൻ ശിശുനാഗ വംശത്തിലെ ഭരണാധികാരിയാണ്. ധനനന്ദനാകട്ടെ നന്ദവംശത്തിൽപ്പെട്ട ഭരണാധികാരി. ഓക്കെ അല്ലേ? മറക്കില്ലല്ലോ. മറക്കോ? മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ശിശുനാഗ വംശം അവസാനിപ്പിച്ചുകൊണ്ട് നന്ദവംശം സ്ഥാപിച്ചത് ശിശുനാഗ വംശത്തിന്റെ അവസാന ഭരണാധികാരി. ശിശുനാഗ വംശത്തിന്റെ അവസാന ഭരണാധികാരിയാണ് മഹാപത്മനന്ദൻ. അദ്ദേഹമാണ് നന്ദവംശം സ്ഥാപിക്കുക. ആ നന്ദവംശത്തിലെ അവസാന ഭരണാധികാരി, ശിശുനാഗ വംശത്തിലെ അവസാന ഭരണാധികാരി മഹാപത്മനന്ദനാണ്. അദ്ദേഹമാണ് നന്ദവംശത്തിന്റെ സ്ഥാപകൻ. ശിശുനാഗ വംശം അവസാനിപ്പിച്ചുകൊണ്ട് നന്ദവംശം സ്ഥാപിച്ചു. ആ നന്ദവംശത്തിന്റെ അവസാന ഭരണാധികാരിയാണ് ധനനന്ദൻ. ക്ലിയർ ആണേ? അപ്പൊ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്ത് നോക്കാം. തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ ഞാൻ പറഞ്ഞിരുന്നു, ഹര്യങ്ക വംശം, ശിശുനാഗ വംശം, നന്ദവംശം ഈ മൂന്നുമാണ് മഗധ ഭരിച്ചിരുന്നത്. ആ നന്ദവംശത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പിന്നീട് എന്ത് സ്ഥാപിക്കപ്പെടുക? മൗര്യവംശം സ്ഥാപിക്കപ്പെടുക. മഗധയിലെ പ്രധാന ഭരണാധികാരികൾ ബിംബിസാരൻ, അജാതശത്രു, മഹാപത്മനന്ദൻ, ധനനന്ദൻ. ഇതിലെ ബിംബിസാരൻ എന്ന് പറയുന്ന ഹര്യങ്ക വംശത്തിന്റെ സ്ഥാപകനാണ്. ശ്രേണികൻ എന്നറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകനാണ് അജാതശത്രു. പിതൃഹത്യയിലൂടെ ബിംബിസാരനെ വധിച്ചുകൊണ്ട് അധികാരത്തിലേറിയ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യ ഭരണാധികാരി. അദ്ദേഹത്തെ കൂണികൻ എന്ന് വിളിച്ചു. പിന്നെ കുശിനഗരം സ്ഥാപിച്ചത് ആരാണ്? കുശിനഗരത്തിൽ സ്തൂപം പണിയെടുപ്പിച്ചത് അജാതശത്രുവാണ്. ഈ കുശിനഗരത്തിലെ സ്തൂപം എന്ന് പറയുന്നത് ബുദ്ധന്റെ സമാധിയെ സൂചിപ്പിക്കുന്ന സ്തൂപമാണ്. അപ്പോൾ ബുദ്ധൻ സമാധിയാകുമ്പോൾ ഭരണം നടത്തിയിരുന്ന മഗധയിലെ ഭരണാധികാരി അജാതശത്രു എന്ന് മനസ്സിലുണ്ടാവണം. മഹാപത്മനന്ദൻ ശിശുനാഗ വംശത്തിലെ അവസാന ഭരണാധികാരി എന്ന് കണക്കാക്കുന്നു. അദ്ദേഹമാണ് നന്ദവംശം സ്ഥാപിക്കുക. ആ നന്ദവംശത്തിലെ അവസാന ഭരണാധികാരിയാണ് ആര്? ധനനന്ദൻ എന്ന് പറയുക. മഹാപത്മനന്ദൻ ശിശുനാഗ വംശത്തെ അവസാനത്തെ ഭരണാധികാരിയും നന്ദവംശത്തിന്റെ സ്ഥാപകനുമാണ്. ആ നന്ദവംശത്തിന്റെ അവസാന ഭരണാധികാരിയാണ് ആര്? ധനനന്ദൻ എന്ന് പറയുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആണ്. ഗുഡ്. മൗര്യ സാമ്രാജ്യം BC 321 മഗധയിലെ ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ, നന്ദവംശത്തിൽ അവസാന ഭരണാധികാരിയായ ധനനന്ദനെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയുടെ അധികാരം പിടിച്ചെടുത്തു. മഗധയോടൊപ്പം സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത മൗര്യ രാജ്യം അഥവാ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു. അപ്പോൾ BC 321, അതായത് ബിഫോർ കോമൺ എറ, 321 മഗധയിലെ ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ, മഗധയിലെ അവസാന ഭരണാധികാരിയാണ് ആര്? അല്ലെങ്കിൽ നന്ദവംശത്തിലെ അവസാന ഭരണാധികാരിയാണ് നരനന്ദൻ.
ആ ധനനന്ദനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയുടെ അധികാരം പിടിച്ചു. മഗധയോടൊപ്പം ചുറ്റുമുള്ള ഭൂപ്രദേശങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു? മൗര്യ രാജ്യം സ്ഥാപിച്ചു. ചന്ദ്രഗുപ്ത മൗര്യനാണ് മഗധയെ ചന്ദ്രഗുപ്ത മൗര്യനാണ് ചന്ദ്രഗുപ്ത മൗര്യനാണ് മഗധയെ വിശാലമായ മൗര്യ സാമ്രാജ്യമാക്കി മാറ്റിയത്. ഓക്കെ. അതിനുവേണ്ടി അദ്ദേഹത്തെ സഹായിച്ച മന്ത്രിയായിരുന്നു കൗടില്യൻ അഥവാ ചാണക്യൻ. അപ്പോ ചന്ദ്രഗുപ്ത മൗര്യനെ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കാൻ സഹായിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനെ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കാൻ സഹായിച്ചത് ആരെന്ന് ചോദിച്ചാൽ കൗടില്യൻ അഥവാ ചാണക്യൻ. കുടില ബുദ്ധി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ കൗടില്യൻ എന്നും ചാണക്യൻ എന്നും വിളിക്കുക. കൗടില്യൻ എന്നും ചാണക്യൻ എന്നും വിളിക്കുക. ഓക്കെ, മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ മറക്കരുത്, പ്രാധാന്യമുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യനെ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുവാൻ സഹായിച്ച ഉപദേശകനായ മന്ത്രി ആരാന്ന് ചോദിച്ചാൽ കൗടില്യൻ അഥവാ ചാണക്യൻ. മൗര്യ സാമ്രാജ്യത്തിലെ മറ്റു ഭരണാധികാരികൾ, അത് ചന്ദ്രഗുപ്ത മൗര്യന്റെ പുത്രനായിരുന്നു അശോകൻ. ചന്ദ്രഗുപ്ത മൗര്യന്റെ പുത്രനാണ് അശോകൻ. ഇതില് ചന്ദ്രഗുപ്ത മൗര്യൻ ജൈനമത പ്രചാരകനായിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യൻ ജൈനമത പ്രചാരകനായിരുന്നു. അദ്ദേഹത്തിന്റെ മകനായ അശോകൻ ബുദ്ധമത പ്രചാരകനുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇക്കാലഘട്ടത്ത് രൂപം കൊണ്ട രണ്ട് ചിന്താരീതികൾ നമ്മൾ തുടർന്ന് പഠിക്കുക. ഓക്കെ. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യനാണ് മഗധയില് മൗര്യ സാമ്രാജ്യമാക്കി മാറ്റുക. അദ്ദേഹം ജൈനമത പ്രചാരകനായിട്ട് മാറി. അദ്ദേഹത്തിന്റെ പുത്രനാണ് അശോകൻ. അശോകൻ എന്തായിട്ട് മാറി? ബുദ്ധമത പ്രചാരകനായിട്ട് മാറി. മകനായ അശോകൻ കാശ്മീരും കലിംഗവും, അത് ഇന്നത്തെ ഒഡീഷ ഉൾപ്പെടുന്ന ഭൂപ്രദേശം, കലിംഗവും ആക്രമിച്ചു കീഴടക്കി മഗധയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുകയും ചെയ്തു. അഥവാ മൗര്യ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്ന് പറയാം. അപ്പോൾ മൗര്യ സാമ്രാജ്യത്തിലെ പ്രശസ്തരായ രണ്ട് ഭരണാധികാരികൾ, ഒന്ന് ചന്ദ്രഗുപ്ത മൗര്യൻ, രണ്ട് പുത്രനായ അശോകൻ. ചന്ദ്രഗുപ്ത മൗര്യൻ ജൈനമത പ്രചാരകനായിരുന്നു. അശോക ചക്രവർത്തി ബുദ്ധമത പ്രചാരകൻ. ഇരുമ്പുയുഗ കാലഘട്ടത്ത് ഇന്ത്യയിൽ രൂപം കൊണ്ട രണ്ട് ചിന്താധാരകൾ നമ്മൾ ഇനി പഠിക്കാൻ പോവാണ്. ഓക്കെ. യെസ്. കൗടില്യൻ. ഞാൻ പറഞ്ഞല്ലോ, ചന്ദ്രഗുപ്ത മൗര്യനെ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കാൻ സഹായിച്ച മനുഷ്യനാണ് കൗടില്യൻ എന്ന് പറയുക, അല്ലെ? കൗടില്യന്റെ പ്രശസ്തമായ പുസ്തകമാണ് അർത്ഥശാസ്ത്രം. കൗടില്യന്റെ പ്രശസ്തമായ പുസ്തകമാണ് എന്ത്? അർത്ഥശാസ്ത്രം. രാജാവ് ഭരണം നടത്തേണ്ടതും രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടതും എങ്ങനെയാണെന്ന് ഈ കൃതിയിൽ വിവരിക്കുന്നുണ്ട്. രാജ്യത്തെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ട വിധം, നികുതി ഈടാക്കുന്ന വിധം, ഇവയൊക്കെ വിശദമായിട്ട് കൗടില്യൻ എന്ന മന്ത്രിയുടെ അഥവാ ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്നു. അപ്പോ രാഷ്ട്രതന്ത്ര പുസ്തകമാണ്, രാഷ്ട്രതന്ത്ര രചനയാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ മറക്കരുത്, അർത്ഥശാസ്ത്രം എഴുതിയത് PSC ചോദിക്കും. കൗടില്യൻ ആരാണ്? കൗടില്യൻ ചന്ദ്രഗുപ്ത മൗര്യനെ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കാൻ സഹായിച്ചു. ചന്ദ്രഗുപ്ത മൗര്യന്റെ മകന്റെ പേര് അശോക ചക്രവർത്തി. ചന്ദ്രഗുപ്ത മൗര്യൻ ഏത് ചിന്താധാരയാണ് പ്രചരിപ്പിക്കുക? ജൈനമതവും. അശോക് ചക്രവർത്തി എന്താ പ്രചരിപ്പിക്കുക? ബുദ്ധമതവുമാണ്. ഓക്കെ. യെസ്, നിങ്ങൾക്കറിയാം. ഇനി കൗടില്യൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ, കുടില ബുദ്ധി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ കൗടില്യൻ എന്ന് വിളിക്കാന്ന് ഞാൻ പറഞ്ഞു. ചാണക്യൻ ബുദ്ധി കൂർമ്മതയുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ ചാണക്യൻ എന്ന് വിളിക്കുക. കൗടില്യൻ അഥവാ ചാണക്യൻ എന്ന് വിളിപ്പേരുള്ള ഈ വ്യക്തിയുടെ യഥാർത്ഥ പേരെന്താണ്? എനി ഐഡിയ? യഥാർത്ഥ പേരെന്താണ്? ചാണക്യൻ അഥവാ കൗടില്യന്റെ യഥാർത്ഥ പേര് വിഷ്ണുഗുപ്തൻ എന്നായിരുന്നു. കൗടില്യന്റെ അഥവാ ചാണക്യന്റെ യഥാർത്ഥ പേര് വിഷ്ണുഗുപ്തൻ എന്നായിരുന്നു. ഈ വിഷ്ണുഗുപ്തൻ ജനിച്ചത് 16 ജനപദങ്ങളിലെ മഹാജനപദങ്ങളിലെ അതിലൊന്നായ അശ്മഗത്ത് ജനിച്ചു എന്നാണ് കണക്കാക്കുക. മഹാജനപദങ്ങൾ 16 ഉണ്ട്. അതിലൊന്നായ അശ്മഗത്ത് ഈ വിഷ്ണുഗുപ്തൻ ജനിച്ചു എന്നാണ് കണക്കാക്കുക. അശ്മഗത്ത് ജനിച്ചു എന്നാണ് കണക്കാക്കുന്നത്. ഓക്കെ, മറക്കില്ലല്ലോ. ഗുഡ്, ഇമ്പോർട്ടന്റ് ആണ്. കൗടില്യന്റെ പ്രശസ്തമായ പുസ്തകം അർത്ഥശാസ്ത്രം. കൗടില്യൻ അഥവാ ചാണക്യന്റെ യഥാർത്ഥ പേര് വിഷ്ണുഗുപ്തനാണ്. അദ്ദേഹം ജനിച്ചത് അശ്മകം എന്ന മഹാജനപദത്തിലാണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ഇനി ഈ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിന് ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചതാരാണ്? അർത്ഥശാസ്ത്രത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത്, അർത്ഥശാസ്ത്രത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് ആര് എന്ന് PSC ചോദിക്കാറുണ്ട്. അത് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്.
ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് ശ്യാമശാസ്ത്രികൾ. ശ്യാമശാസ്ത്രികൾ. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് ആരാണ്? ശ്യാമശാസ്ത്രിയാണ്. മറക്കില്ലല്ലോ. ഗുഡ്. പ്രാചീന ഇന്ത്യയിലെ ദർശനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, തത്വചിന്താധാര. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ പ്രചരിപ്പിച്ചത് ജൈനമതവും അദ്ദേഹത്തിന്റെ മകനായ അശോക ചക്രവർത്തി പ്രചരിപ്പിച്ചത് ബുദ്ധമതം എന്ന ചിന്താധാരയുമാണ്. ആ രണ്ട് ചിന്താധാരകളാണ് നമ്മൾ ഇനി പഠിക്കേണ്ടി വരിക ഈ ക്ലാസ്സിൽ. പ്രാചീന ഇന്ത്യയിലെ ദർശനങ്ങൾ. പ്രാചീന ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആദ്യകാല രാഷ്ട്ര രൂപീകരണം നമ്മൾ പഠിച്ചു അല്ലെ? ഈ കാലഘട്ടത്തിൽ രൂപം കൊണ്ട ചിന്താധാരകളാണ് ഒന്ന് ജൈനമതവും രണ്ട് ബുദ്ധമതവും. ജൈനമതത്തെ കുറിച്ച് BCE 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ദർശനമായിരുന്നു അല്ലെങ്കിൽ തത്വചിന്താധാരയായിരുന്നു ജൈനമതം. വർദ്ധമാന മഹാവീരനാണ് ജൈനമതം പ്രചരിപ്പിക്കുക. വർദ്ധമാന മഹാവീരനാണ് ജൈനമതം പ്രചരിപ്പിക്കുക. ജൈനമതത്തിലെ 24-ാമത്തെ തീർത്ഥങ്കരനായിരുന്നു വർദ്ധമാന മഹാവീരൻ. 24-ാമത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ. ലൗകിക സുഖങ്ങളെ കീഴടക്കിയവൻ എന്നർത്ഥം വരുന്ന ജിനൻ എന്ന വാക്കിലും ജിനൻ അഥവാ ജൈനൻ എന്ന വാക്കിലാണ് വർദ്ധമാന മഹാവീരൻ അറിയപ്പെടുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് അവിടെ. ഈ ജൈനമതത്തിലെ 24-ാമത്തെ തീർത്ഥങ്കരനാണ് ജൈനമതത്തിലെ 24-ാമത്തെ തീർത്ഥങ്കരനാണ് ആര്? വർദ്ധമാന മഹാവീരൻ. അപ്പൊ ജൈനമതം പ്രചരിപ്പിച്ചത് വർദ്ധമാന മഹാവീരൻ എന്നതാണ് യാഥാർത്ഥ്യം അല്ലെ? അതിനു മുമ്പ് 23 തീർത്ഥങ്കരന്മാരുണ്ടായിരുന്നില്ലേ? ആ 23 പേരുടെയും പേര് പഠിക്കണോ? വേണ്ട, PSC ചോദിക്കില്ല. PSC ആദ്യത്തെ തീർത്ഥങ്കരന്റെ പേര് ചോദിക്കും. ആദ്യ തീർത്ഥങ്കരനെയും പിന്നെ 23-ാമത്തെ തീർത്ഥങ്കരനെയും ചോദിക്കും. നമുക്ക് രണ്ടുപേരുടെ പേരൊന്ന് പഠിച്ചു വെക്കാം. ആദ്യ തീർത്ഥങ്കരന്റെ പേര് ഋഷഭദേവൻ എന്നാണ്. ഋഷഭദേവൻ. ആദ്യ തീർത്ഥങ്കരൻ എന്ന് പറയുന്നത് ഋഷഭദേവനും 23-ാമത്തെ തീർത്ഥങ്കരൻ എന്ന് പറയുന്നത് പാർശ്വനാഥനുമാണ്. പാർശ്വനാഥൻ കേട്ടോ. അപ്പോ ആദ്യ തീർത്ഥങ്കരൻ ഋഷഭദേവനാണ്. 23-ാമത്തെ തീർത്ഥങ്കരൻ പാർശ്വനാഥനാണ്. 24-ാമത്തെ തീർത്ഥങ്കരനായിരുന്നു ആരാ? വർദ്ധമാന മഹാവീരൻ. വർദ്ധമാന മഹാവീരൻ ലൗകിക സുഖങ്ങളെ കീഴടക്കിയവൻ എന്നർത്ഥം വരുന്ന ജിനൻ എന്ന പേരാണ് പിൽക്കാലത്ത് സ്വീകരിച്ചത്. ലൗകിക സുഖങ്ങളെ കീഴടക്കിയവൻ എന്ന അർത്ഥത്തിൽ ജിനൻ എന്നും അറിയപ്പെടുന്നു. വർദ്ധമാന മഹാവീരൻ അഥവാ ജിനൻ. ക്ലിയർ ആണേ? അപ്പൊ BC 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ദർശനമാണ് ജൈനമതം. വർദ്ധമാന മഹാവീരനാണ് ജൈനമതം പ്രചരിപ്പിച്ചത്. 24-ാമത്തെ തീർത്ഥങ്കരനായിരുന്നു വർദ്ധമാന മഹാവീരൻ. ഒന്നാമത്തെ ഋഷഭദേവനും 24-ാമത്തത് പാർശ്വനാഥനുമായിരുന്നു. ജൈനമതത്തിന്റെ ഭാഷ ജൈനമതത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് പ്രാകൃതായിരുന്നു. ജൈനമതത്തിന്റെ ഭാഷ എന്താണ്? പ്രാകൃതാണ്. അത് മനസ്സിലുണ്ടാവട്ടെ. ജൈനമതത്തിന്റെ ഭാഷ എന്താണ്? പ്രാകൃതം എന്നാണ്. ഓക്കെ, മറക്കില്ലാലോ? ഇല്ല. ഇനി വർദ്ധമാന മഹാവീരനെ കുറിച്ച് നമുക്ക് നോക്കാം. തീർത്ഥങ്കരൻ. ആരാണ് ഈ തീർത്ഥങ്കരൻ? സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ എന്നാണ് തീർത്ഥങ്കരൻ എന്ന വാക്കിന്റെ അർത്ഥം. സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ എന്നാണ് തീർത്ഥങ്കരൻ എന്ന വാക്കിന്റെ അർത്ഥം. ജൈനമത വിശ്വാസപ്രകാരം 24 തീർത്ഥങ്കരന്മാരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തെ ആള് നമ്മൾ പഠിച്ചു. ആദ്യത്തെ ആളാരാണ്? ആദ്യത്തെ ആളാരാണ്? ഋഷഭദേവനും 23-ാമത്തെ ആള് പാർശ്വനാഥനുമാണ്. ഓക്കെ, മറക്കില്ലല്ലോ. 24-ാമത്തെ അല്ലെങ്കിൽ അവസാന തീർത്ഥങ്കരനാണ് ആര്? വർദ്ധമാന മഹാവീരൻ എന്ന് പറയുക. ഇനി ജൈനമതത്തിന്റെ ആശയങ്ങൾ. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത് അഥവാ ഹിംസിക്കരുത്. അപ്പോ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്. കളവ് പറയരുത്, മോഷ്ടിക്കരുത്. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവ അനുഷ്ഠിക്കണം. ഇതാണ് ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുക. അപ്പോൾ ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത് എന്തെന്ന് ചോദിച്ചാൽ ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഇതിനെ ജൈനമതത്തിന്റെ ത്രിരത്നങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുക. ഓക്കെ, ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഇവയെ ജൈനമതത്തിന്റെ ത്രിരത്നങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. PSC ചോദിക്കാം, മറക്കരുത്. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവയാണ് ജൈനമതത്തിന്റെ ത്രിരത്നങ്ങൾ. ഓക്കെ,
മറക്കില്ലല്ലോ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ജൈനമതത്തിന്റെ ആശയങ്ങൾ: എല്ലാ വസ്തുക്കളിലും ജീവനുണ്ട്. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്. കളവ് പറയരുത്, മോഷ്ടിക്കരുത്, ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി, ഇവയെ ജൈനമതത്തിന്റെ ത്രിരത്നങ്ങൾ എന്ന് വിളിക്കുന്നു. ഓക്കെ. ഇതോടൊപ്പം ബ്രഹ്മചര്യം എന്ന തത്വം കൂട്ടിച്ചേർത്തത്. ഈ ത്രിരത്നങ്ങളോടൊപ്പം ഈ ത്രിരത്നങ്ങളോടൊപ്പം ബ്രഹ്മചര്യം ബ്രഹ്മചര്യം എന്ന തത്വം കൂട്ടിച്ചേർത്തത് ആരായിരുന്നു? മഹാവീരനായിരുന്നു. ബ്രഹ്മചര്യം എന്ന തത്വം കൂട്ടിച്ചേർത്തത് മഹാവീരൻ. മഹാവീരൻ കൂട്ടിച്ചേർത്ത തത്വമാണ് ബ്രഹ്മചര്യം. ഓക്കെ, അതും മനസ്സിലുണ്ടാവട്ടെ. ഈ ജൈനമത ആശയങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി പ്രാചീന ഇന്ത്യയിൽ ഒരു ജൈന സർവകലാശാല ഉണ്ടായിരുന്നു. ജൈന സർവകലാശാല. ആ ജൈന സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത്? വല്ലഭി. ജൈന സർവകലാശാല സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? വല്ലഭിയാണെന്ന് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. മതി, ധാരാളം. അപ്പോ ത്രിരത്നങ്ങൾ എന്തൊക്കെ? ജൈനമതത്തിന്റെ ത്രിരത്നങ്ങൾ: ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഇതോടൊപ്പം ബ്രഹ്മചര്യം കൂട്ടിച്ചേർത്തത് വർദ്ധമാന മഹാവീരനാണ്. ജൈന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ വല്ലഭിയാണെന്ന് ഓർമ്മിക്കാം. ജൈനമതത്തെക്കുറിച്ച് കുറച്ചുകൂടെ അറിവ് നമ്മൾ 8ാം ക്ലാസ് ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ പഠിക്കും. എങ്കിലും ബേസിക് ആയിട്ട് നമുക്ക് ഇത്രയും മതിയാവും. ഓക്കെ. ഇനി അടുത്ത് പറയുന്നു ബുദ്ധമതത്തെക്കുറിച്ച്. ബുദ്ധമതം പ്രാചീന ഇന്ത്യയിൽ രൂപം കൊണ്ട മറ്റൊരു ദർശനമായിരുന്നു ബുദ്ധമതം. ഗൗതമ ബുദ്ധനാണ് ബുദ്ധമതം സ്ഥാപിച്ചത്. ഈ ഗൗതമ ബുദ്ധന്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥൻ എന്നായിരുന്നു. ബീഹാറിലെ ബോധഗയ എന്ന സ്ഥലത്ത് വെച്ച് ജ്ഞാനോദയം, ബോധോദയം എന്ന് ദയവ് ചെയ്ത് പറയരുത് കേട്ടോ. ജ്ഞാനോദയം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമ്മൾ എൻലൈറ്റൻമെന്റ് എന്നാണ് പറയുക. എൻലൈറ്റൻമെന്റിന്റെ മലയാളം എൻലൈറ്റ്മെന്റ്. അതിൽ എൻലൈറ്റൻമെന്റ് എന്ന് എഴുതും, അവിടെ നടുക്കുള്ള ടി സൈലന്റ് ആണ്. എൻലൈറ്റൻമെന്റ് എന്ന് എഴുതിയിട്ട് എൻലൈറ്റ്മെന്റ് എന്ന് വായിക്കും. എൻലൈറ്റ്മെന്റ് അതിന്റെ മലയാളം ജ്ഞാനോദയമാണ്, ബോധോദയമല്ല. അപ്പോൾ പ്രാചീന ഇന്ത്യയിൽ രൂപം കൊണ്ട മറ്റൊരു ദർശനമാണ് ബുദ്ധമതം. ഗൗതമ ബുദ്ധനാണ് സ്ഥാപിച്ചത്. കാരണം ബുദ്ധന്റെ വളർത്തമ്മയായിരുന്നു ഗൗതമി. അതുകൊണ്ടാണ് ഗൗതമ ബുദ്ധൻ എന്ന് അദ്ദേഹം അറിയപ്പെടുക കേട്ടോ, വളർത്തമ്മ. യഥാർത്ഥത്തിൽ നമ്മുടെ സിദ്ധാർത്ഥന് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ നമ്മുടെ സിദ്ധാർത്ഥന്റെ അമ്മ മഹാമായ കുട്ടിക്കാലത്തെ മരിച്ചുപോയി. അങ്ങനെ വളർത്തിയത് ഗൗതമിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പോ ബുദ്ധമതം സ്ഥാപിച്ചത് ആരാണ്? ഗൗതമ ബുദ്ധനാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥൻ എന്നായിരുന്നു. ബോധഗയയിൽ വെച്ച് ജ്ഞാനോദയം ലഭിച്ച ഗൗതമ ബുദ്ധൻ എന്ത് ചെയ്തു? ബുദ്ധമതം പ്രചരിപ്പിക്കുകയാണ് കേട്ടോ. ഇദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കഥയൊക്കെ ഉണ്ട്, നമുക്ക് വേണമെന്നില്ല കേട്ടോ. എങ്കിലും ഇദ്ദേഹം 35-ാമത്തെ വയസ്സിൽ ബീഹാറിലെ ബോധഗയ എന്ന സ്ഥലത്ത് ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിൽ, ബോധിവൃക്ഷം എന്ന് പറയുന്ന ആൽമരം കേട്ടോ, ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് ജ്ഞാനോദയം കിട്ടി എന്നാണ് കണക്കാക്കുക. ജ്ഞാനോദയം ലഭിച്ചു എന്നാണ് കണക്കാക്കുക. അപ്പോ 35-ാമത്തെ വയസ്സിൽ ബീഹാറിലെ ബോധഗയ എന്ന സ്ഥലത്ത് ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിൽ ജ്ഞാനോദയം ലഭിച്ചു എന്നാണ് കണക്കാക്കുക. ഓക്കെ, ജ്ഞാനോദയം. ഈ ബീഹാറിലെ ബോധഗയ, ബോധിവൃക്ഷം, ബോധോദയം എന്ന് മാത്രം പറഞ്ഞേക്കരുത്. ഓക്കെ. ഈ ബോധിവൃക്ഷം സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ജ്ഞാനോദയം കിട്ടിയത് ഏത് നദിക്കരയിലാണ്? നിരഞ്ജന നദിക്കരയിലാണ്. ഏത് നദിക്കരയിലാണ്? നിരഞ്ജന നദിക്കരയിലാണ്. അതുകൊണ്ട് നിരഞ്ജന നദിയെ ബുദ്ധമതത്തിന്റെ പുണ്യനദി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ. 35-ാമത്തെ വയസ്സിൽ ബീഹാറിലെ ബോധഗയ എന്ന സ്ഥലത്ത് ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് ജ്ഞാനോദയം കിട്ടി. ഈ ജ്ഞാനോദയം കിട്ടിയ ബോധഗയ എന്ന സ്ഥലം നിരഞ്ജന നദിക്കരയിലാണ്. അതുകൊണ്ട് ബുദ്ധമതത്തിന്റെ പുണ്യനദി എന്നറിയപ്പെടുന്നത് നിരഞ്ജന നദിയാണ്. അത് മനസ്സിലുണ്ടാവട്ടെ. ഓക്കെ. ഇനി അടുത്ത് പറയുന്നു ബുദ്ധമതത്തിന്റെ ആശയങ്ങൾ. ഹിംസിക്കാതിരിക്കുക, ജൈനമതത്തിലെ അതേ കാഴ്ചപ്പാട് തന്നെ. കളവ് പറയാതിരിക്കുക, അതും ജൈനമതത്തിൽ നമ്മൾ പറഞ്ഞു. സത്യസന്ധത പുലർത്തുക, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക. ബുദ്ധമതത്തിന്റെ ആശയങ്ങൾ എന്തൊക്കെ? ഹിംസിക്കാതിരിക്കുക, കളവ് പറയാതിരിക്കുക, സത്യസന്ധത പുലർത്തുക, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക. കാണാതെ പാടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഓക്കെ. ചാർവാക ദർശനം. ഇന്ത്യയിൽ നിലനിന്ന മറ്റൊരു ദർശനമായിരുന്നു ചാർവാക ദർശനം. ഈ ദർശനം ലോകായത എന്നും അറിയപ്പെടുന്നു. ചാർവാക ദർശനം അഥവാ ലോകായത എന്നും അറിയപ്പെടുന്നു. വിശ്വസിക്കുക,
എന്നതിനേക്കാൾ അന്വേഷിക്കുക എന്ന തത്വത്തിനായിരുന്നു ചാർവാക ദർശനം പ്രാധാന്യം നൽകിയത്. അപ്പൊ ഇന്ത്യയില് ബുദ്ധമതം, ജൈനമതം എന്നീ തത്വചിന്താധാരകളെ പോലെ നിലനിന്ന മറ്റൊരു സമ്പ്രദായമാണ് ചാർവാക ദർശനം. ഈ ചാർവാക ദർശനം എന്ന് പറയുന്നത് ലോകായത എന്നും അറിയപ്പെടുന്നു. വിശ്വസിക്കുക എന്നതിനേക്കാൾ വിശ്വസിക്കുക എന്നതിനേക്കാൾ അന്വേഷിക്കുക എന്ന തത്വത്തിനാണ് ചാർവാക ദർശനം പ്രാധാന്യം നൽകിയത്. വിശ്വസിക്കുക എന്ന ദർശനത്തിനേക്കാൾ എന്ന കാഴ്ചപ്പാടിനേക്കാൾ അന്വേഷിക്കുക എന്ന തത്വത്തിനാണ് ചാർവാക ദർശനം പ്രാധാന്യം നൽകിയത്. അത് മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇതോടുകൂടി നമ്മുടെ 6ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് മറ്റ് ചാപ്റ്ററുമായിട്ട് കണ്ടുമുട്ടാം. ഇത് കൃത്യമായി തന്നെ പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. പുതിയ SCERT പുസ്തകമാണ് 6ാം ക്ലാസ് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ PSC പരീക്ഷയിലെ പ്രാധാന്യത്തോടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവുക. ബൈ.